30 വർഷം മുമ്പേ എൻ്റെ പിതാവിൻ്റെ കൂടെ മൊറീഷ്യസിലൊക്കെ പോയിരുന്നു. ആദ്യമായി ഞങ്ങൾ പോയാൽ ആദ്യം അന്വേഷിക്കുക ഹൂ ഈസ് ദി അംബാസഡർ ഓഫ് ദിസ് കൺട്രി ആൻഡ് ഹൂ ഈസ് ദി ട്രേഡ് അംബാസഡർ. അതിനെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ അതായത് സന്ദീപ് വാര്യ പറഞ്ഞ മാതിരി 25% നിക്ഷേപകർ അവിടെ നിന്നാണ് വരുന്നത്. അതേമാതിരി 15-20% പാവകളിക്കാർ ഈ മൊറീഷ്യസ്, ഇന്തോനേഷ്യ, ജാവ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലാണ്. അപ്പം അതുകൊണ്ടാണ് പാവകളിക്ക് ഞാൻ ചെയ്തു വരുന്ന ഈ ഒരു പാവകളിക്ക് കൂടുതൽ എല്ലാ ലോകരാജ്യങ്ങളിലും ഏറ്റവും മഹനീയമായ സാന്നിധ്യങ്ങളും അതിൻ്റെ സംഭവ വികാസങ്ങളൊക്കെ ഉള്ളത്. നമ്മുടെ ജീവിതത്തിൽ ജീവിതവും സ്വഭാവവും തമ്മിൽ പ്രധാനമായി രൂപപ്പെടുത്തുവാൻ വിദ്യാഭ്യാസം ആവശ്യമാണ്. അത് നമ്മുടെ നാടിൻ്റെ അഭിമാനമായിക്കൊണ്ടും അതുപോലെ തന്നെ വാണിയംകുളത്തിൻ്റെ അഭിമാനമായിക്കൊണ്ടും അതേപോലെ തന്നെ എല്ലാ വിദ്യാഭ്യാസ മേഖലയിലും ആതുര സേവന രംഗത്തുമെല്ലാം തന്നെ ഏറ്റവും മഹനീയമായ സാന്നിധ്യമുള്ള മഹത് വ്യക്തിയായിരുന്നു, മഹാനുഭവനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള DK ദാസ് അവർകൾ. അദ്ദേഹത്തിൻ്റെ പാത തുടർന്ന് വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള കൃഷ്ണദാസ് അവർകൾ, അഡ്വക്കേറ്റ് കൃഷ്ണദാസ് അവർകൾ, എൻ്റെ സുഹൃത്തായ കൃഷ്ണദാസ് അവർകളും കൃഷ്ണകുമാറും അതുപോലെ തുളസി മേഡവും അദ്ദേഹത്തിൻ്റെ അവരുടെ കുടുംബാംഗങ്ങളുമെല്ലാം ഈ ഒരു സേവന രംഗത്തും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദാസിൻ്റെ ആശയങ്ങളെ, സാറിൻ്റെ ആശയങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സേവന മനോഭാവത്തോടു കൂടി സാമൂഹിക മേഖലയിലും അതുപോലെ തന്നെ ആരോഗ്യ രംഗത്തുമെല്ലാം നീതി പുലർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള ഡോക്ടർ കൃഷ്ണദാസ് പി രംഗത്ത് വന്നിട്ടുള്ളത്. അതിന് സഹായിയായിക്കൊണ്ട് അതായത് സൂര്യനില്ലാതെ പ്രകാശം ഉണ്ടാവുകയില്ല, ചന്ദ്രനില്ലാതെ രാത്രി ഉണ്ടാവുകയില്ല, മേഘങ്ങളില്ലാതെ മഴമേഘങ്ങളില്ലാതെ മഴ പെയ്യുകയില്ല. അതുപോലെ നമ്മുടെ നാടിൻ്റെ അഭിമാനമായി തീർന്നിരിക്കുന്ന ഈ നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ DK ദാസിൻ്റെ അവരുടെ ആ വ്യക്തിത്വത്തിൻ്റെ സാന്നിധ്യമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് കൃഷ്ണദാസ് അവർകൾ. അതൊരു മഹനീയമായ സംഭവം തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഞാനൊരു കേവലം ഒരു തോൽപ്പാവക്കൂത്തിൻ്റെ കലാകാരനാണ്. അപ്പോൾ ഞങ്ങൾ ഓരോരോ ഭാഗങ്ങൾ പോകുന്ന സമയത്തൊക്കെ അന്വേഷിക്കാനുള്ള പ്രധാന വിഷയം തന്നെയാണ് ആരാണ് ഇവിടുത്തെ ലീഡർ. ഞങ്ങൾക്ക് പല വിഷമങ്ങളും ഉണ്ടാവാറുണ്ട് പല രാഷ്ട്രങ്ങളിലും പോകുന്ന സമയത്തൊക്കെ. അപ്പോൾ അതിനൊക്കെ ഇനി എനിക്കും തുണയായിക്കൊണ്ട് അദ്ദേഹം ഉണ്ടാവും എന്നുള്ള ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്. ഇതിൻ്റെ നാടിൻ്റെ അഭിമാനമായി തന്നെ ഒരു അംഗീകാരമായി ലഭിച്ചിരിക്കുകയാണ് ഈ ഒരു അംഗീകാരം. അത് അദ്ദേഹത്തെ ഞാൻ നമിക്കുകയാണ്, ആശീർവദിക്കുകയാണ്. കൂടാതെ അദ്ദേഹത്തെ ഞാൻ നമിക്കുന്നു. കൂടാതെ നമ്മുടെ ഹോസ്പിറ്റൽ PK ദാസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അത് ആധുനിക സംവിധാനമുള്ളതായിട്ടുള്ള ഒരു ആരോഗ്യം, വിദ്യാഭ്യാസം, ഭക്ഷണം എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതിനുശേഷമാണ് കലാകാരന്മാരും കലയൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ സേവന മേഖലയിൽ ഏറ്റവും അതിൻ്റെ സേവനത്വത്തിൻ്റെ ആ മഹത്വങ്ങളെല്ലാം നേടിക്കൊണ്ട് അദ്ദേഹത്തെ മൊറീഷ്യസിൻ്റെ കമ്മീഷണറെ നിയമിച്ചിരിക്കുന്നു. അതിൽ നമുക്ക് അഭിമാനിക്കാം, നാടിനെ അഭിമാനിക്കാം, എല്ലാ ഭാരതത്തിന് അഭിമാനിക്കാം. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു സന്മനസ് ഇനിയും ഉണ്ടാവട്ടെ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞ ആ സന്തോഷം ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. ഇനി നിറയെ അംഗീകാരങ്ങൾ ലഭിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എത്തിച്ചേരുവാനും അതിൻ്റെ എല്ലാ സ്ഥാനമാനങ്ങൾ വഹിക്കുവാനും അദ്ദേഹത്തിന് കഴിയുമാറാകട്ടെ എന്ന് മാത്രം ഞാൻ ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തോൽപ്പാവക്കൂത്തിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള കരുത്തും ആയുസ്സും ആരോഗ്യവും സമ്പത്തും എല്ലാ സമൃദ്ധികളും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തോൽപ്പാവക്കൂത്തിൻ്റെ ഒരു പട്ടാഭിഷേക സമയത്തൊരു വാഴ്ത്തൽ പറയുന്നുണ്ട്. ആ വാഴ്ത്തൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഴുക വാഴുക മറയവർ വാഴുക, വാഴുക വാഴുക അന്തണർ വാഴുക, വാഴുക വാഴുക സൂര്യ ഭഗവാനും വാഴുക, വാഴുക വാഴുക ചന്ദ്ര ഭഗവാനും വാഴുക, വാഴുക വാഴുക ഉലകം യാവരും വാഴുക, വാഴുക വാഴുക PK ദാസും കുടുംബവും വാഴുക, വാഴുക വാഴുക കൃഷ്ണദാസ് അവർകളും വാഴുക. നന്ദി, നമസ്കാരം.